السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നാം ഇന്ന് സംസാരിക്കുന്ന വിഷയം അസ്സിദ്ഖു മഅല്ലാഹ്, അല്ലാഹുവിനോട് ഉണ്ടായിരിക്കേണ്ട അസ്സിദ്ഖ്. സിദ്ഖ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നാം അതിന് സത്യസന്ധത എന്നെല്ലാം അർത്ഥം പറയാറുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ട, നാം നമ്മെക്കുറിച്ച് തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്, അല്ലാഹുവിനോട് ചെയ്തിട്ടുള്ള കരാറുകളോട്, അല്ലാഹുവിനോട് നമുക്കുള്ള ബാധ്യതകളോട് എത്രത്തോളമാണ് നമുക്ക് സിദ്ഖ് കാണിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നത്. കാരണം ഈ ഭൂമിയിൽ മനുഷ്യന് നേടിയെടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ ദറജയാണ് അസ്സിദ്ഖ്, അഥവാ ഒരാൾ സിദ്ദീഖാവുക എന്നത്. മനുഷ്യരിൽ ദറജകൾ ഏറ്റവും ഉന്നതമായ ദറജയുള്ളവർ റസൂലുകളാണ്. അതിനുശേഷം നബിമാരാണ്, അതിനുശേഷം സിദ്ദീഖീങ്ങളാണ്, അതിനുശേഷം ശുഹദാക്കളാണ്, അതിനുശേഷം സാലിഹീങ്ങളാണ്. അപ്പൊ ഇതിൽ ആദ്യത്തെ രണ്ട് ദറജകൾ എന്നുള്ളത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല. നമ്മുടെ ഈമാൻ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ നമുക്ക് നേടാൻ സാധിക്കില്ല. ഒരാൾക്കും റസൂൽ ആവാനോ നബി ആവാനോ സാധിക്കില്ല. അല്ലാഹു തിരഞ്ഞെടുക്കുന്നതാണ്. എന്നാൽ നമ്മുടെ സമർപ്പണം കൊണ്ടും നമ്മുടെ ഈമാൻ കൊണ്ടും അമലുകൾ കൊണ്ടും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതിൽ വെച്ച് ഉന്നതമായ സ്ഥാനമാണ് സിദ്ദീഖാവുക, സിദ്ഖ് ഉണ്ടാവുക എന്നത്. നമുക്ക് അള്ളാഹുവിനോട് സിദ്ഖ് ഉണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇൻ തസ്ദുഖില്ലാഹ യസ്ദുഖ, നീ അള്ളാഹുവിനോട് സിദ്ഖ് കാണിച്ചാൽ അള്ളാഹു നിന്നോടും അതുപോലെ തന്നെ സിദ്ഖ് കാണിക്കും. അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നീ വീട്ടിൽ കൊടുക്കുന്നുണ്ട് എങ്കിൽ, അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശങ്ങൾ നൽകുന്നുണ്ട്, സ്ഥാനം നൽകുന്നുണ്ട് എങ്കിൽ അള്ളാഹു തിരിച്ചും നിന്നോടും അതുപോലെയായിരിക്കും എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ സിദ്ഖ്, ഇതിനെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. എല്ലാവിധ നന്മയുടെയും, നമ്മുടെ വാഹിറാവട്ടെ ബാത്തിനാവട്ടെ, അതിന്റെ എല്ലാം അടിസ്ഥാനം അടങ്ങുന്നത് സിദ്ഖിലേക്കാണ്. നമ്മൾ ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും ഒന്നാവുന്നതിന്റെ അടിസ്ഥാനം സിദ്ഖാണ്. അതുപോലെ തന്നെ നമ്മൾ ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും ഫസാദാകുന്നതിന്റെ അടിസ്ഥാനം കെദിബുമാണ്. സിദ്ഖിന്റെ നേരെ എതിരായിട്ടുള്ളതാണ് കെദിബ്, കളവ് അല്ലെങ്കിൽ കപടത എന്നെല്ലാം പറയുന്നത്. ഉള്ളിൽ ഒന്ന് വെച്ച് പുറത്ത് വേറൊന്നാകുന്ന അവസ്ഥ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചു. എന്തിനാണ് പറഞ്ഞയച്ചിട്ടുള്ളത്? ഇവിടെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. എന്താണ് പരീക്ഷണം എന്ന് പറഞ്ഞാൽ? നമ്മൾ പറയും ദുനിയാവ് ദാറുൽ ബലാ ആണ്, ദാറുൽ ഇംതിഹാനാണ്, പരീക്ഷണത്തിന്റെയും അതുപോലെ തന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന ഭവനമാണ്. എന്തിനു വേണ്ടിയിട്ടാണത്? എന്തിനാണ് അള്ളാഹു നമ്മെ പരീക്ഷിക്കുന്നത്? ഒരാൾക്ക് സമ്പത്ത് നൽകി പരീക്ഷിക്കുന്നു, ദാരിദ്ര്യം നൽകി പരീക്ഷിക്കുന്നു, ആരോഗ്യം നൽകി പരീക്ഷിക്കുന്നു, രോഗം നൽകി പരീക്ഷിക്കുന്നു. എല്ലാം പരീക്ഷണമാണ്. എന്താണ് അതിൽ നിന്ന് വെളിവാകേണ്ട കാര്യം? അത് സിദ്ഖാണ്. സിദ്ഖും കദിബും വേർതിരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ പരീക്ഷണങ്ങൾ വെച്ചിട്ടുള്ളത് നമ്മുടെ ഓരോരുത്തരിലും, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും. സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഹസിബന്നാസ് അയ്യുത്രകൂ അയ്യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ജനങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ? അഹസിബന്നാസ് അയ്യുത്രകൂ, അവരെ വെറുതെ വിട്ടേക്കുമെന്ന്. അയ്യഖൂലു ആമന്നാ, അവർ പറഞ്ഞു ഞങ്ങൾ ഈമാനുള്ളവരാണ്, ഞങ്ങൾ വിശ്വാസികളാണ്, ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവരെ വിട്ടേക്കുമെന്നാണോ ജനങ്ങൾ വിചാരിച്ചിട്ടുള്ളത്? വഹും ലാ യുഫ്തനൂൻ, ഒരു പരീക്ഷണവും അവർക്കില്ലാതെ, ഒരു തരത്തിലുള്ള പരീക്ഷണവും അവർ നേരിടേണ്ടി വരാതെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫിത്ന, ഈ പരീക്ഷണം, അത് ഈമാൻ ഉൾക്കൊണ്ടോ ഇല്ലയോ എന്നറിയാനല്ല, അഥവാ മുഅ്മിനാണോ അതോ കാഫിറാണോ വേർതിരിക്കാനല്ല. ഈമാൻ ഉള്ള ആളുകൾ, ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞ ആളുകൾ, അവർ വിചാരിച്ചിരിക്കുകയാണോ എന്നാ പറയുന്നത്, അത് ജനങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ എന്നല്ല. വിശ്വാസം, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ എല്ലാത്തിനും ഒഴിവാണ്, നിങ്ങൾക്കൊരു പരീക്ഷണമില്ല, നിങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നാണോ അതുകൊണ്ടുള്ള ഉദ്ദേശം? അല്ല, അവരെയാണ് അള്ളാഹു പരീക്ഷിക്കുന്നത്. എന്തിനാണ്? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുണ്ടായിരുന്ന ഓരോ സമൂഹത്തെയും സമുദായത്തെയും വ്യക്തികളെയും റസൂലുകളെയും നാം പരീക്ഷിച്ചിട്ടുണ്ട്. ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. എന്തിനാണ് അള്ളാഹു ചെയ്യുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അള്ളാഹുവിന് അറിയണം. അഥവാ ഇവിടെ ഫലയഅലമന്ന കൊണ്ട് ഉദ്ദേശം ഫലയറയന്ന, അള്ളാഹുവിനെ നോക്കിക്കാണണം. കാരണം അള്ളാഹുവിന്റെ ഇൽമ് എന്താണ്? നമ്മളെ കുറിച്ചുള്ളത് മുൻകടന്നു പോയിട്ടുണ്ട്. നമുക്ക് നാളെ എന്താ ഉണ്ടാവുക, മറ്റെന്താ എന്താ ഉണ്ടാവുക, നമ്മൾ നരകത്തിലാണോ സ്വർഗത്തിലാണോ, ഇതെല്ലാം ആർക്കറിയാം? അള്ളാഹുവിന് അറിയാം. അറിയാനൊന്നും ഉദ്ദേശം ഇവിടെ നോക്കിക്കാണാൻ, അഥവാ പ്രതിഫലം നൽകാനുള്ള കാരണമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. എന്ത് കാണാൻ? അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. ആരാണ് സിദ്ഖുള്ളവർ? ആരാണ് പറഞ്ഞ ഈമാൻ, അള്ളാഹുമായി ബന്ധപ്പെട്ട് നാവുകൊണ്ട് പറഞ്ഞിട്ടുള്ള ഈമാൻ, അത് ഖൽബിൽ സത്യസന്ധതയോടുകൂടിയാണെന്ന് തെളിയിക്കുന്നത് എന്നറിയാൻ വേണ്ടി. അല്ലെങ്കിൽ നാവുകൊണ്ട് ഈമാൻ പറഞ്ഞു എന്നിട്ട് ഉള്ളിൽ കളവ് വെച്ചിരിക്കുന്നവരാരാണെന്ന് അറിയാൻ വേണ്ടി. ഇത് തെളിയിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഈ പരീക്ഷണങ്ങൾ, ഫിത്നകൾ വെച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ഇവിടെ അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ വളരെയധികം ഗൗരവത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ് സിദ്ഖ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കി, ഇബ്ലീസിന്റെ കാര്യം ആലോചിച്ചു നോക്കി. ഇബ്ലീസും മലക്കുകളും ഒരുമിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇബ്ലീസിന്റെ അകത്തുള്ള കുഫറും കിബറും എല്ലാം അള്ളാഹുവിനറിയാം. മലക്കുകളുടെ ഉള്ളിലുള്ള ഈമാനും ത്വാഅത്തും അള്ളാഹുവിനറിയാം. പക്ഷെ അവർക്ക് പരസ്പരം അതറിയില്ല. അത് വേർതിരിക്കാനാണ് അള്ളാഹു ഒരു പരീക്ഷണം വെച്ചത്. ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യുക, അത് വേർതിരിഞ്ഞു. അതുപോലെ നമുക്ക് ആയുസ് എത്രയാണോ ഈ ദുനിയാവിൽ അള്ളാഹു നൽകുന്നത്, 60 ആകാം, 70 ആകാം, 80 ആകാം, അല്ലെങ്കിൽ നമ്മൾ ആക്ടിലായിട്ടുള്ള ബുദ്ധിയുള്ള എത്ര കാലമാണോ നമുക്കുള്ളത്, അതിന്റെ അവസാന നിമിഷം വരെ അള്ളാഹു ഇത് പരിശോധിക്കും. നാം പറഞ്ഞിട്ടുള്ള ഈമാനും നമ്മൾ പറയുന്ന വാക്കുകളും അള്ളാഹുവിനുള്ള വിശ്വാസവും അത് സത്യസന്ധമാണോ എന്ന് തെളിയിച്ചു കൊടുക്കാൻ. ഇനി സഹോദരങ്ങളെ, എന്താണ് ദുനിയാവിലെ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ? ദുനിയാവിലെ പരീക്ഷണങ്ങൾ 2 തരത്തിലാണ് ഉണ്ടാവുക. ഒന്ന്, ശുബ്ഹാത്തുകൾ കൊണ്ടുള്ള പരീക്ഷണങ്ങൾ. ശുബ്ഹത്ത് എന്ന് പറഞ്ഞാൽ ഒരുത്തന്റെ ഇൽമിൽ, അറിവിൽ, ഒരുത്തന്റെ ഈമാനിൽ, ഒരുത്തന്റെ വിശ്വാസത്തിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ. രണ്ടാമത്തേത് ശഹവത്തുകൾ കൊണ്ടുള്ള പരീക്ഷണങ്ങൾ. ശഹവത്ത് എന്ന് പറഞ്ഞാൽ ഒരുത്തന്റെ ഉദ്ദേശം, അവന്റെ കർമ്മങ്ങൾ, അതുപോലെയുള്ള മേഖലകളിൽ ഉണ്ടാകുന്ന തിന്മകൾ, ശഹവത്തുകൾ. ഈ 2 എണ്ണമാണ് ദുനിയാവിലുള്ള ഫിത്ന എന്ന് പറഞ്ഞാൽ. ഫിത്നത്തുൽ മഹിയ എന്നൊക്കെ നമ്മൾ രക്ഷ തേടുന്നത് ഈ 2 കാര്യങ്ങളെ കൊണ്ടാണ്. ഒന്ന്, ഈമാനിൽ, അറിവിലുണ്ടാകുന്ന ശുബ്ഹത്തുകൾ, സംശയങ്ങൾ, തെറ്റായ വിശ്വാസം, തെറ്റായ അറിവ്, അതുപോലെയുള്ളത്. ശഹ്വത്തുകൾ എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള കർമ്മങ്ങൾ, അതുപോലെ തന്നെ തിന്മകൾ എന്നുള്ള അർത്ഥത്തിൽ. ശുബ്ഹത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സ്വഹീഹായ അഖീദ ഉണ്ടാവുക, അതുപോലെ തന്നെ ദൃഢമായിട്ടുള്ള ഉന്നതമായിട്ടുള്ള ഈമാൻ ഉണ്ടാവുക, അള്ളാഹുവിനോടുള്ള സിദ്ഖ് ഉണ്ടാവുക, അതുപോലെയുള്ള കാര്യങ്ങൾ. ശഹ്വത്തുകളിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ തിന്മകളിൽ നിന്ന് ഒഴിവായി അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്കും അള്ളാഹുവിലേക്ക് മുന്നിടുന്നതിലേക്കും അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതിലേക്കും മുന്നിടുക എന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് നമുക്ക് ഈ ദുനിയാവിൽ നേരിടുന്ന പരീക്ഷണങ്ങൾ. ഈ 2 കാര്യത്തിലും നാം എന്ത് ചെയ്യണം? ഈ സിദ്ഖ് തെളിയിച്ചു കൊടുക്കണം. ഒരാൾ ശുബ്ഹത്തിലോ അല്ലെങ്കിൽ ശഹ്വത്തിലോ അകപ്പെടുന്നുണ്ട് എങ്കിൽ അത് അവന് സിദ്ഖില്ല എന്നതിന്റെ അടയാളമാണ്. അവന് സിദ്ഖില്ല എന്നതിന്റെ അടയാളമാണ്. അതല്ലെങ്കിൽ സിദ്ഖ് ദുർബലമാണ് എന്നതിന്റെ അടയാളമാണ്. ഒന്നുകിൽ സിദ്ഖ് പൂർണ്ണമായിട്ടില്ല എന്നതിന്റെ
അല്ലെങ്കിൽ സിദ്ഖ് ദുർബലമാണ് എന്നറിയിക്കുന്ന അടയാളമാണ് ഒരാൾ ശുബ്ഹത്തുകളിലോ അല്ലെങ്കിൽ ശഹ്വത്തുകളിലോ അകപ്പെടുക എന്ന് അറിയിക്കുന്നത്. ഈ സിദ്ഖ് ഇതാണ് നമുക്ക് നാളെ പരലോകത്ത് ഏറ്റവും നല്ല ഇതിൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യം. ഇതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആളുകളെ വേർതിരിക്കും. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു പറയുകയാണ്, ലിയജ്സിയല്ലാഹു സ്വാദിഖീന ബിസിദ്ഖിഹിം വയുഅദ്ദിബൽ മുനാഫിഖീന ഇൻ ശാഅ ഔ യതൂബ അലൈഹിം ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ. ഈ പരീക്ഷണങ്ങളെല്ലാം അതൊരു സന്ദർഭവുമായി ബന്ധപ്പെട്ട് പറയുകയാണ്. പക്ഷെ മൊത്തത്തിൽ പരീക്ഷണങ്ങൾ അതെന്തിനാണ്? ലിയജ്സിയല്ലാഹു സ്വാദിഖീന ബിസിദ്ഖിഹിം. സിദ്ഖുള്ളവർക്ക് അവരുടെ സിദ്ഖിന്റെ അടിസ്ഥാനത്തിൽ അവർ കാണിച്ച സത്യസന്ധതയ്ക്ക് പ്രതിഫലം നൽകാൻ. വയുഅദ്ദിബൽ മുനാഫിഖീന ഇൻ ശാഅ ഔ യതൂബ അലൈഹിം. മുനാഫിഖീങ്ങൾക്ക് സിദ്ഖില്ലാതെ കദിബ് കപടത ഉള്ളിൽ വെച്ച ആളുകൾക്ക് അവർക്കുള്ള ശിക്ഷ നൽകാൻ, അതല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. അതുകൊണ്ട് ഈ സിദ്ഖിനെ കുറിച്ച് നമ്മൾ അറിയുകയും നമ്മൾ അള്ളാഹുവിനോട് തെളിയിക്കുകയും വേണം. നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രത്തിൽ സ്വഹാബികളുടെ കാലത്തുണ്ടായിരുന്ന ഒരു സംഭവമാണ് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള 3 ആളുകൾ യുദ്ധത്തിന് പോകാൻ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ പിന്തി നിന്നു. എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ മുനാഫിഖീങ്ങൾ പലരും പല കാരണങ്ങൾ പറഞ്ഞു. ഉള്ളിൽ കരിവുണ്ടായിരുന്നവർ വീട്ടിൽ ഇന്ന പ്രശ്നമുണ്ട്, വേറൊരു കാരണമാണ്, ഇങ്ങനെ കാരണമാണ്, ഇങ്ങനെയാണ് കാരണമാണെന്ന് പറഞ്ഞു. കഅബ് ഇബ്നു മാലിക് ഉൾപ്പെടുന്ന 3 സ്വഹാബികൾ അവർക്ക് എന്തില്ല, കപടത ഉണ്ടായിരുന്നില്ല. അവർക്ക് നുണ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവർ ഉള്ളിലൊന്നും ഒളിപ്പിച്ചിട്ട് ഒന്ന് റസൂലിനോട് പറഞ്ഞു, ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു കാരണം ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ എന്തോ പങ്കെടുത്തില്ല എന്നുള്ളതിലേക്ക് പറഞ്ഞു. അങ്ങനെ അവരെ ഹജ്ർ ചെയ്യുകയും ഒരുപാട് ദിവസങ്ങൾ അവരെ അകറ്റി നിർത്തുകയും എല്ലാം ചെയ്തു. ആ ചരിത്രം പറയുന്ന നേരത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിൽ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, സിദ്ഖുള്ളവരുടെ കൂടെ ആകണം. കാരണം ആ സ്വഹാബികളുടെ ചരിത്രം അതിപ്പോ നമുക്ക് വിശദീകരിക്കാൻ സമയമല്ല. അത് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ, അത് വായിച്ചിട്ടുണ്ടെങ്കിൽ, പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും വലിയൊരു ഞെരുക്കത്തിലാണ് അവർ പിന്നീട് അകപ്പെടുന്നത്. കാരണം അവർക്ക് ബാക്കിയുള്ള മുനാഫിഖീങ്ങള് ഉള്ളിൽ കപടത വെച്ചിട്ട് കാരണം പറഞ്ഞ് ഭൗതികമായിട്ട് അവർ സുഖമായി ജീവിക്കുകയാണ്. പക്ഷെ ഒരു കാരണവും പറയാനില്ലാത്ത ഈ 3 ആളുകൾ സ്വന്തം നാട്ടിൽ നിന്നും മസ്ജിദിൽ നിന്നും സ്വന്തം ഭാര്യമാരുടെ അടുത്തിൽ നിന്നുപോലും ഒറ്റപ്പെട്ട്, അല്ലാഹു തആല പറഞ്ഞത് ഭൂമി അവർക്ക് ഇടുങ്ങിയതായി തോന്നിക്കപ്പെട്ടു എന്നാണ്. ആ അവസ്ഥയിൽ അവരെത്താൻ കാരണം അവര് സത്യസന്ധമായി നിന്നു എന്നുള്ളത് കൊണ്ടുള്ള അവരുടെ അവസ്ഥയാണത്. പക്ഷെ അത് അല്ലാഹു തആല പിന്നീട് തെളിയിച്ചു കൊടുത്ത എന്താണ്? ഖുർആനിൽ ആയത്ത് ഇറങ്ങിയിട്ട് അവരുടെ സിദ്ഖ് അറിയിക്കുന്ന, അവരുടെ തൗബ സ്വീകരിക്കുന്ന ആയത്തുകൾ അല്ലാഹു ഇറക്കി കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഹദീസിൽ ഒരു സംഭവം നമുക്ക് കാണാം. നാം പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് 3 കൂട്ടർ ഒരു ഗുഹയിൽ അകപ്പെട്ടിട്ടുള്ള ആ സംഭവം. ആ ഹദീസിന്റെ തുടക്കത്തിൽ അവർ ആ പാറ വന്ന് അടഞ്ഞപ്പോൾ അവരുടെ സംസാരത്തിൽ അവരാദ്യം പറഞ്ഞ വാക്ക് ബുഖാരിയുടെ റിവായത്തിൽ നമുക്ക് കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇതടഞ്ഞു, ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയില്ല, അവർ തള്ളിയിട്ട് തുറക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിൽ അവർ പറഞ്ഞു, ഇന്നഹു വല്ലാഹ് യാ ഹൗലായ്. അവർ പറഞ്ഞു, നമ്മുടെ അവസ്ഥ അല്ലാഹു ആണ്, ലാ യുൻജീകും ഇല്ല സിദ്ഖ്. സിദ്ഖ് അല്ലാതെ ഇപ്പൊ നിങ്ങളെ ഇവിടുന്ന് രക്ഷപ്പെടുത്തൂല. സിദ്ഖ് അല്ലാതെ ഒന്നും നമുക്ക് ഇവിടെ രക്ഷപ്പെടാനില്ല. فَلْيَدْعُ كُلُّ رَجُلٍ مِّنكُمْ بِمَا يَعْلَمُ أَنَّهُ قَدْ صَدَقَ فِيهِ. സിദ്ഖോടുകൂടി ചെയ്തതാണ് എന്ന് നമുക്ക് ഉറപ്പുള്ള കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാമെന്ന് പറഞ്ഞു. അതിന് 3 കൂട്ടരും ദുആ ചെയ്തു. മാതാപിതാക്കളോട് ചെയ്ത പുണ്യം ഒരാൾ പറഞ്ഞു. വ്യഭിചാരത്തിന് അതിയായി താല്പര്യപ്പെട്ടിട്ടും സൗകര്യം ഒരുങ്ങിയിട്ടും അതിൽ നിന്ന് പിൻവാങ്ങിയത് അത് പറഞ്ഞു. 3-മത്തേത് ഒരാൾക്ക് വീട്ടേണ്ട ഹക്ക് അത് അധികമായിട്ടും വീട്ടി കൊടുത്തു എന്നുള്ളത് പറഞ്ഞു. എന്നിട്ട് അവർ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞ വാക്കുകൾ എന്താണ്? ഹദീസിൽ കാണാം, ഇൻ കുൻത തഅലമു അന്നി ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക ഫഫ്റുജ് അന്നാ ഫുർജതൻ. അവർ ഓരോന്നും പറഞ്ഞിട്ട് അള്ളാഹിനോട് പറയാൻ, അള്ളാഹ് ഇത് നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എങ്കിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു തുറവി നീ നൽകണം, ഒരു തുറവി നൽകണം. അപ്പൊ സിദ്ഖോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളാണ് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നതും അത് പരലോകത്ത് രക്ഷയേകുന്നതും. ദുനിയാവിന്റെ ഫിത്നകളിൽ നിന്ന് രക്ഷ സിദ്ഖ് ഉണ്ടെങ്കിൽ നമുക്ക് ലഭിക്കും. ദുനിയാവിലെ ബലാകളിൽ നിന്നുള്ള രക്ഷ സിദ്ഖ് ഉണ്ടെങ്കിൽ ലഭിക്കും. പരലോകത്തും നമുക്ക് രക്ഷയായിട്ടുണ്ടാവുന്നത് സിദ്ഖായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നോക്കൂ, സൂറത്തുൽ മാഇദയിൽ, ഹാദാ യൗമു
യൻഫഉ സ്വാദിഖീന സിദ്ഖുഹു. സിദ്ഖുണ്ടായിരുന്ന ആളുകൾക്ക് അവരുടെ സിദ്ഖ് ഉപകാരപ്പെടുന്ന ദിവസം ഇതാണ്, ഈ ദിവസമാണത്. അവരുടെ ഉള്ളിൽ അള്ളാഹുവിനോട് അവർ കാണിച്ച ആ സത്യസന്ധത ഉപകാരപ്പെടുന്ന ദിവസമാണിത്. ലഹും ജന്നാതുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അവർക്കാണ് താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗമുള്ളത്. ഖാലിദീന ഫീഹാ അബദ, അവരവിടെ സ്ഥിരതാമസക്കാരായിരിക്കും. റളിയല്ലാഹു അൻഹും വറദൂ അൻ, അള്ളാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ദാലികൽ ഫൗസുൽ അദീം, അതാണ് മഹത്തായ വിജയം എന്ന് പറയുകയാണ്. ഇനി അസ്ദിഖ് എന്നുള്ളത് സഹോദരങ്ങളെ തൗഹീദിന്റെ റുക്നാണ്. തൗഹീദിന്റെ സ്തംഭങ്ങളിൽപ്പെട്ട ഒരു സ്തംഭമാണ് അസ്ദിഖ് എന്ന് പറയുന്നത്. തൗഹീദിന് 2 സ്തംഭങ്ങളാണുള്ളത്. അർക്കാനു തൗഹീദ് 2 കാര്യങ്ങളാണ്. ഒന്ന് അസ്ദിഖ്, 2 അൽ ഇഖ്ലാസ്. ഒന്ന് അസ്ദിഖ്, 2 അൽ ഇഖ്ലാസ്, സത്യസന്ധത, നിഷ്കളങ്കത. ഈ രണ്ടിനെയും പറ്റി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ നൂനിയ എന്നുള്ള കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്, വസ്സിദ്ഖു വൽ ഇഖ്ലാസു റുക്നാ ദാലിക തൗഹീദ് കറുക്നൈനി ലിൽ ബുനിയാൻ. സിദ്ഖും ഇഖ്ലാസും, സത്യസന്ധതയും ഇഖ്ലാസും റുക്നാ ദാലിക തൗഹീദ്, തൗഹീദിന്റെ 2 സ്തംഭങ്ങളാണ്. കറുക്നൈനി ലിൽ ബുനിയാൻ, ഒരു കെട്ടിടത്തിനെ 2 തൂണ് താങ്ങി നിർത്തുന്നത് പോലെ തൗഹീദിനെ താങ്ങി നിർത്തുന്ന 2 കാര്യങ്ങളാണ് സിദ്ഖും ഇഖ്ലാസും. ഇനി അധിക ആളുകൾക്കും തുലാബുകളിലും ദായിമാരിലുമെല്ലാം പൊതുവെ ഉണ്ടാകാറുള്ള ഒരു സംശയവും ചർച്ചയുമാണ്, എന്താണ് ഇപ്പൊ സിദ്ഖും ഇഖ്ലാസും തമ്മിലുള്ള വ്യത്യാസം? രണ്ടും ഇപ്പൊ പറയുമ്പോ നമുക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ, ഒരേ അർത്ഥത്തിലേ കിട്ടുള്ളൂ. സത്യസന്ധത, നിഷ്കളങ്കത എന്നെല്ലാം പറയുമെങ്കിലും അള്ളാഹുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിനൊരു അർത്ഥമാണ് നമുക്ക് തോന്നുക. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ച് കാണാം. അൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ തൗഹീദുൽ മുറാദ്, ഒരാളുടെ ലക്ഷ്യം അതിലുണ്ടാകുന്ന തൗഹീദിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. സിദ്ഖ് എന്ന് പറഞ്ഞാൽ തൗഹീദുൽ ഇറാദത്തി, ഒരുത്തന്റെ ഉദ്ദേശത്തിൽ ഉണ്ടാകുന്ന ആ തൗഹീദിനാണ് സിദ്ഖ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ ഒരു കർമ്മം ചെയ്യാം, ആ കർമ്മം 2 ആൾ നിസ്കരിക്കാന്ന് വിചാരിക്കാം. അവർ 2 പേരും തൗഹീദുള്ള ആളുകളാണ്. ഏത്? അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് അവർ നിസ്കരിക്കുന്നത്. അല്ലെങ്കിൽ 2 ആൾ ദാനം കൊടുക്കാൻ വിചാരിക്കാം. അപ്പൊ അവർ കൊടുക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. അപ്പോ ഒന്നാമത്തെ ആള് അള്ളാഹുവിന് പ്രീതി ഉദ്ദേശിച്ചിട്ടാണ്. പക്ഷേ അവർ നിസ്കരിക്കുമ്പോ ഒരു അലസമായിട്ടുള്ള അങ്ങനെ നിസ്കരിക്കുന്ന ഒരു ഇതിൽ നിസ്കരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ദാനം കൊടുക്കുമ്പോ അവന് ആവശ്യമില്ലാത്ത ഒരു സാധനം, അവൻ ഒഴിവാക്കണം എന്നുള്ള ആഗ്രഹമുള്ള സാധനം, അത് കൊടുക്കുകയാണ്. അള്ളാഹുക്ക് വേണ്ടിയിട്ട് തന്നെ കൊടുക്കണം. എന്നാൽ രണ്ടാമത്തെ ആൾ അവന്റെ നിസ്കാരം ഏറ്റവും ശ്രദ്ധയോടുകൂടി പൂർണ്ണതയിൽ നിസ്കരിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി നിസ്കരിക്കുന്നു. അല്ലെങ്കിൽ ദാനം കൊടുക്കുന്ന ആളുകൾ ഏറ്റവും നല്ലത് തന്നെ ദാനം കൊടുക്കുന്നു. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. രണ്ടുപേർക്ക് എന്തുണ്ട്? ഇഖ്ലാസ് ഉണ്ടായേക്കാം, അള്ളാഹുവിന് വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരാൾക്കാണ് അതിൽ സിദ്ഖുള്ളത്. അപ്പൊ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ തൗഹീദുൽ മുറാദാണ്, ലക്ഷ്യത്തിലുള്ള തൗഹീദാണ്. സിദ്ഖ് എന്ന് പറഞ്ഞാൽ തൗഹീദുൽ ഇറാദത്താണ്, അവന്റെ ഉദ്ദേശത്തിലുണ്ടാകുന്ന തൗഹീദാണ്. അതാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇതേ കവിതയിൽ തന്നെ പറയുന്നുണ്ട്, ഫലിവാഹിദിൻ കുൻ വാഹിദൻ ഫീ വാഹിദി അഅനി സബീലൽ ഹഖ് വൽ ഈമാൻ. ഹഖിന്റെയും ഈമാനിന്റെയും വഴി ഏതാണെന്ന് പറയുന്നിടത്ത് അദ്ദേഹം പറയാണ്, ഫലിവാഹിദിൻ, ഒന്നിനു വേണ്ടി, കുൻ വാഹിദൻ, നീ ഒന്നാകുക, ഫീ വാഹിദിൻ, ഒന്നിലായിക്കൊണ്ട്. എന്താണ് 3 കാര്യങ്ങൾ പറഞ്ഞത്? 3 അർക്കാനുകളെ പറ്റി പറയാം. 3 കാര്യങ്ങൾ, ഈമാനിന്റെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്നാമത്തേത് ഫലിവാഹിദിൻ, ഒരാൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഇഖ്ലാസോട് കൂടിയാവുക. അതുപോലെ കുൻ വാഹിദൻ, നീ വാഹിദായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ സിദ്ഖോട് കൂടിയാവുക. ഫീ വാഹിദിൻ, വാഹിദിലായിക്കൊണ്ട്, ഒന്നിലായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇത്തിബാഓടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ ഹഖിന്റെ പാത പിൻപറ്റിക്കൊണ്ടാവുക. അതാണ് ഈ 3 കാര്യങ്ങൾ. ഒന്ന് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് വേണ്ടിയാവുക, ചെയ്യുന്നത് നീ സിദ്ഖോടുകൂടിയാവുക. 3 ഹഖിന്റെ പാത, സുന്നത്തിന്റെ പാത, സലഫുകളുടെ പാത, അത് മുറുകെ പിടിച്ചുകൊണ്ടാവുക. ഈ 3 കാര്യങ്ങളുണ്ടോ അവന് വിജയമുണ്ടായിരിക്കും. അതുപോലെ തന്നെ സിദ്ഖിനെയും ഇഖ്ലാസിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് പറഞ്ഞ, ഖുർആനിൽ ഒരുമിച്ച് പരാമർശിച്ച ഒരു ആയത്ത് സൂറത്തുൽ ഹജ്ജിലെ 30-ാമത്തെ ആയത്താണ്. അതിൽ അള്ളാഹു പറയുന്നു, ഫജ്തനിബൂ അർരിജ്സ മിനൽ ഔസാൻ വജ്തനിബൂ ഖൗലസ് സൂർ. നിങ്ങൾ ഒഴിവാക്കണം, ഈ വിഗ്രഹങ്ങളെയും അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നതിനെ ഒഴിവാക്കണം.
അതുപോലെ തന്നെ ഖൗലസ്സൂർ എന്ന് പറഞ്ഞാൽ കളവ് അല്ലെങ്കിൽ കള്ളസാക്ഷ്യം അതുപോലെയുള്ള സംസാരങ്ങൾ അതും ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ഇതെന്താണ് രണ്ട് കാര്യങ്ങൾ? ഒന്നാമത്തേത് അർരിജിസ മിനൽ ഔസാൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ഇഖ്ലാസോടുകൂടി ആയിരിക്കണം. രണ്ടാമത്തേത് ഖൗലുസ്സൂർ എന്ന് പറഞ്ഞാൽ എന്തൊഴിവാക്കണം? സിദ്ഖോടുകൂടി ആയിരിക്കണം. ഒന്നാമത്തേതിൽ ഇഖ്ലാസാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, രണ്ടാമത്തേതിൽ സിദ്ഖാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇഖ്ലാസും സിദ്ഖും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശുറൂത്തുകളിൽ രണ്ട് ഷർത്തുകളാണ് സിദ്ഖും ഇഖ്ലാസും എന്ന് പറയുന്നത്. നമ്മൾ തൗഹീദിന്റെ അർക്കാനുകളാണെന്ന് പറഞ്ഞു. ഖുർആനിൽ രണ്ടെണ്ണത്തിന് ഒരുമിച്ച് പരാമർശിച്ചിട്ടുള്ളത് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അതിന്റെ നിബന്ധനകളിൽപ്പെട്ട രണ്ട് നിബന്ധനകളാണ് സിദ്ഖും ഇഖ്ലാസും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കുകയുണ്ടായി. സഹീഹ് ബുഖാരിയിലെ ഹദീസാണ്. യാ റസൂലല്ലാഹ് മൻ അസ്അദുൻ നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ, ആരാണ് റസൂലെ താങ്കളുടെ ശുപാർശ ലഭിക്കുന്ന ഏറ്റവും ഭാഗ്യവാനായിട്ടുള്ള ആളുകൾ പരലോകത്ത് ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് ബനൻതു യാ അബാ ഹുറൈറ അല്ലാ യസ്അലനി അൻ ഹാദൽ ഹദീസ് അഹദുൻ അവ്വലു മിൻക. അത് അബൂ ഹുറൈറയോട് പ്രത്യേകം പറയാണ്, നീയല്ലാതെ മറ്റൊരാളും എന്നോട് ആദ്യം ചോദിക്കരുത് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ലിമാ റഅയ്തു മിൻ ഹിർസിക അലൽ ഹദീസ്, ഹദീസ് പഠിക്കാനുള്ള നിന്റെ താല്പര്യം കൊണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അതിനുള്ള മറുപടി പറയാണ്, അസ്അദുൻ നാസി ബിശഫാഅതി യൗമൽ ഖിയാമ, യൗമൽ ഖിയാമയിൽ അന്ത്യനാളിൽ നിന്റെ ശുപാർശ ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യവാൻ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ഖാലിസൻ മിൻ ഖൽബിഹി ഔ നഫ്സിഹി, ആരാണോ ഇഖ്ലാസോടുകൂടി തന്റെ കൽബിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് അവനായിരിക്കും. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്താണ് ഇഖ്ലാസ് എന്നുള്ള ദലീലാണിത്. ഇനി സിദ്ഖിനുള്ള ദലീല് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റദീഫുഹു അലൽ റഹ്ൽ, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ മുആദ് റളിയല്ലാഹു അൻഹു വെച്ചിട്ട് ഒരു യാത്ര പോവാണ്, വാഹന യാത്രാമൃഗത്തിൽ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, യാ മുആദ് ഇബ്നു ജബൽ എന്ന് വിളിച്ചു. ഖാല ലബ്ബൈക യാ റസൂലല്ലാഹി വസഅദൈക, അദ്ദേഹം വിളി കേട്ടു. ഖാല യാ മുആദ്, വീണ്ടും വിളിച്ചു. അപ്പോഴും മുആദ് പറഞ്ഞു ലബ്ബൈക യാ റസൂലല്ലാഹി വസഅദൈക, വീണ്ടും വിളിച്ചു. വീണ്ടും ഇതുപോലെ പറഞ്ഞു, അവിടെ ഉണ്ട് റസൂലെ പറഞ്ഞോളിയും പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അഹദിൻ, ഒരാളുമില്ല, യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവൻ ഷഹാദത്ത് ചെയ്യുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ, വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്നുള്ളതിൽ, സിദ്ഖൻ മിൻ ഖൽബിഹി, തന്റെ കൽബിൽ നിന്ന് സിദ്ഖോടുകൂടി, ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ, അവന്റെ മേലെ നരകം ഹറാമാക്കാതെ. സിദ്ഖോടുകൂടി പറഞ്ഞ ഒരാളുടെ കാര്യമാണ്. അപ്പോ മുആദ് റളിയല്ലാഹു അൻഹു കേട്ടപ്പോൾ അത്ഭുതമായി. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് സിദ്ഖോടുകൂടി പറഞ്ഞ നരകത്തിൽ രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ നരകത്തിൽ രക്ഷപ്പെട്ട പിന്നെന്താ, സ്വർഗത്തിലല്ലേ. അപ്പൊ ആകെ അത്ഭുതമായി ചോദിച്ചു, യാ റസൂലല്ലാഹ് അഫലാ ഉഖ്ബിറു ബിഹിൻ നാസ് ഫയസ്തബ്ശിറൂ, ഞാൻ ഇത് ജനങ്ങളെ അറിയിക്കട്ടെ, അങ്ങനെ അവരെന്താവും, അതുകൊണ്ട് സന്തോഷിക്കും എന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൻ യത്തകിലൂ, വേണ്ട, അവരെന്താവും, അതിന്റെ മേലെ അവര് കൂടും, അവർ വേറെ അമലുകൾ ഒഴിവാക്കുന്ന അവസ്ഥയിലെത്തും. വഖ്ബറ ബി മുആദുൻ, പിന്നെ എന്തിനാ മുആദ് റളിയല്ലാഹു എപ്പോഴാ പറഞ്ഞത്, ഇൻദ മൗതിഹി തഅസ്സുമൻ, ഒരു ഇൽമ മറച്ചു വെച്ചതിന്റെ പേരിൽ കുറ്റാവുമെന്ന് പേടിച്ചിട്ട് മരണസമയത്താണ് മുആദ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് ആളുകളോട് പറയുന്നത്. അപ്പോ ഈ നമ്മളിപ്പോ പറഞ്ഞ വിഷയം രണ്ട് കാര്യങ്ങൾ, സിദ്ഖിനെ പറ്റി പറഞ്ഞു, ഇഖ്ലാസുമായിട്ടുള്ള ബന്ധം പറഞ്ഞു. ഈ ഇഖ്ലാസും സിദ്ഖും അത് ദീനിന്റെ തൗഹീദിന്റെ റുക്നുകളാണ്. നമ്മൾ ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് നഷ്ടപ്പെട്ടാൽ നമ്മുടെ തൗഹീദ് ഒളിഞ്ഞു പോകും, ഇത് നഷ്ടപ്പെട്ടാൽ നമ്മുടെ തൗഹീദ് തകർന്നു പോകും. അതാണ് പണ്ഡിതന്മാർ പറയുന്നത്, ഇഖ്ലാസ് ഇല്ലാത്തവൻ മുശ്രിക്കാണ്, സിദ്ഖില്ലാത്തവൻ മുനാഫിഖുമാണ്. ഇഖ്ലാസ് ഇല്ലാത്തവൻ മുശ്രിക്കാണ്, അഥവാ അള്ളാഹുവിന്റെ തൗഹീദിന്റെ ഭാഗങ്ങൾ അവൻ ശിർക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉണ്ടാവുക. സിദ്ഖില്ലാത്തവൻ അവൻ മുനാഫിഖിന്റെ ഇനത്തിലാണ് ഉൾപ്പെടുക. അല്ലാഹു തആല മുനാഫിഖുകളെ പറ്റി പറഞ്ഞ എന്താണ്, സൂറത്തുൽ മുനാഫിഖൂനിൽ, ഇദാ ജാഅകൽ മുനാഫിഖൂൻ ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്, അവർ പറയും ഞങ്ങൾ ഇതാ ഷഹാദത്ത് ചെയ്യുന്നു, നിങ്ങൾ അള്ളാന്റെ റസൂലാണെന്ന് ഞങ്ങൾ ഷഹാദത്ത് ചെയ്യുന്നു. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹിലും റസൂലുള്ളാഹിലും ഒക്കെ ഷഹാദത്ത് ചെയ്തിട്ടുണ്ട്, അവർ പറയാണ്. പക്ഷെ അള്ളാഹു എന്താ മറുപടി പറയുന്നത്, വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു, അള്ളാഹുവിനറിയാം നിങ്ങൾ അള്ളാന്റെ റസൂലാണെന്ന്.
വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. അല്ലാഹു ഇദാ സാക്ഷ്യം വഹിക്കുന്നു, മുനാഫിഖീങ്ങൾ കാദിബ് കപടതയുള്ളവരാണ്, കളവുള്ളവരാണ്, സിദ്ഖില്ലാത്തവരാണ് എന്ന് പറയാം. സഹോദരങ്ങളെ, നിഫാഖിനെ കുറിച്ചുള്ള ഭയം നമ്മുടെ ഉള്ളിൽ വളരെയധികം ഉണ്ടായിരിക്കണം. കാരണം 30ഓളം സഹാബികളെ കണ്ട ഇബ്നു അബി മുലൈക്ക റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, ഞാൻ 30ഓളം സഹാബികളെ കണ്ടു. ആയിഷ റളിയല്ലാഹു അൻഹയെ കണ്ടിട്ടുണ്ട്, അതുപോലെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കാണാന്ന് വെച്ച് അവരെ അറിഞ്ഞിട്ടുണ്ട്. ആ സഹാബികൾ 30 പേരും അവരെല്ലാവരും ഭയപ്പെട്ടിരുന്ന കാര്യമായിരുന്നു നിഫാഖ്, കപടത നമ്മളുള്ളിലുണ്ടോ. നിഫാഖ് എന്ന് പറഞ്ഞാൽ സിദ്ഖ് ഇല്ലാതെയാകുന്ന അവസ്ഥ ഉണ്ടോ. നമ്മൾ പറയുന്ന ഓരോ വാക്കിലും സിദ്ഖ് ഉണ്ടെങ്കിൽ, അള്ളാഹുവിനോട് പറയുന്ന, അള്ളാഹുവിനെ പറ്റി പറയുന്ന വാക്കുകളിൽ സിദ്ഖ് ഉണ്ടെങ്കിൽ അള്ളാഹു പറയും അവൻ പറഞ്ഞത് സിദ്ഖോട് കൂടിയാണ് എന്ന്. ഒരു ഹദീസ് നോക്കൂ, തിർമിദി, ഇബ്നു മാജ, ഇബ്നു ഹിബ്ബാൻ എന്നിവർ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാലൽ അബ്ദു, ഒരടിമ പറയുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അവൻ പറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ സ്വദ്ദഖഹു റബ്ബുഹു, അവന്റെ റബ്ബ് അതിനെ സത്യപ്പെടുത്തും. ഖാല സ്വദഖ അബ്ദി, എന്നിട്ട് പറയും, അല്ലാഹു പറയും എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു. പറയുന്ന വാക്കുകൾ സിദ്ഖുണ്ടെങ്കിൽ അല്ലാഹു പറയും എന്റെ അടിമ ഇതാ സത്യം പറഞ്ഞിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഒരു ഇലാഹില്ല, വഅന അക്ബർ, ഞാനാണ് ഏറ്റവും വലിയവൻ. വൈദാ ഖാല, എന്നിട്ട് അടിമ പറയുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു സദ്ദഖഹു റബ്ബുഹു, അവരടിമ പറയാണ് പിന്നെ വഹ്ദ എന്ന് പറയുകയാണ്, അപ്പൊ അതും അള്ളാഹു സത്യപ്പെടുത്തും. സദഖ അബ്ദി, എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലാ അന വഹ്ദി, ഞാനല്ലാതെ ഒരു ഇലാഹില്ല, ഞാൻ ഏകനാണ്. വൈദാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക ലഹ്, ഇനി ലാ ശരീക ലഹ് എന്നോട് ചേർത്ത് പറഞ്ഞാൽ അതും അള്ളാഹു സത്യപ്പെടുത്തും. അള്ളാഹു പറയും എന്റെ അടിമ സത്യപ്പെടുത്തിയിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലാ അന ലാ ശരീക ലി, എനിക്കൊരു പങ്കുകാരുമില്ല. വൈദാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹുൽ മുൽക്ക്, ലഹുൽ മുൽക്ക് എന്ന് പറഞ്ഞാലോ അപ്പോഴും അള്ളാഹു പറയും എനിക്കാണ് എല്ലാവിധ മുൽക്കും എല്ലാവിധ ഹംദും എന്ന് പറയും. വൈദാ ഖാല, അടിമ പറയുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുകയാണെങ്കിൽ സദ്ദഖഹു റബ്ബുഹു, അള്ളാഹു സത്യപ്പെടുത്തും. സദഖ അബ്ദി ലാ ഇലാഹ ഇല്ലാ അന വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബി, ഞാനല്ലാതെ ഒരു ഇലാഹില്ല, എന്നെ കൊണ്ടല്ലാതെ ഒരു കഴിവും ശക്തിയുമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പൊ സഹോദരങ്ങളെ, സിദ്ഖ് എന്നുള്ളത് നമ്മുടെ വാക്കുകളെ അള്ളാഹു സത്യപ്പെടുത്തി തരുന്ന കാര്യമാണ്. ഇനി സിദ്ഖിന്റെയും കദിബിന്റെയും വിഷയത്തിൽ ആളുകളെ രണ്ട് കൂട്ടമായി നമുക്ക് മനസ്സിലാക്കാം, രണ്ട് തരമായിട്ട്. ഒന്നാമത്തെ കൂട്ടർ കാദിബുൻ മുകദ്ദിബുൻ, അവൻ കളവ് പറയുന്നവനാണ്, കളവാക്കുന്നവനാണ്, മറ്റൊന്നിനെ കളവാക്കുന്നവനുമാണ്. രണ്ടാമത്തേത് സ്വാദിഖുൻ മുസദ്ദിഖുൻ, അവൻ സത്യം പറയുന്നവനാണ്, മറ്റൊന്നിനെ സത്യപ്പെടുത്തുന്നവനുമാണ്. ഈ രണ്ട് തരത്തിൽ ആളുകളെ നമുക്ക് വേർതിരിക്കാൻ സാധിക്കും. ഈ രണ്ടു കൂട്ടരെയും അള്ളാഹു ഒരുമിച്ച് തന്നെ സൂറത്ത് സുമറിൽ പറയുന്നുണ്ട്. അള്ളാഹു പറയുന്നു ഫമൻ അദ്ലമു മിമ്മൻ കദബ അലല്ലാഹ് വകദ്ദബ ബിസ്സിദ്ഖ് ഇദ് ജാഅഹു, ആരാണ് അള്ളാഹുവിനെ പറ്റി കളവ് പറയുകയും അവന്റെ അടുക്കൽ സത്യമായിട്ടുള്ള സിദ്ഖായിട്ടുള്ള കാര്യം എത്തിയപ്പോൾ കളവാക്കുകയും ചെയ്തവനേക്കാൾ ദുൽമ് ചെയ്തവനുള്ളത്. അലൈസ ഫീ ജഹന്നമ മസ്വൽ ലിൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് നരകമല്ലാതെ ഒരു ഭവനമുണ്ടോ. വല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി, ആരാണോ സിദ്ഖ് കൊണ്ട് വരുന്നത്, സത്യസന്ധനാണ് അവൻ, വസദ്ദഖ ബിഹി, അതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഉലൈക ഹുമുൽ മുത്തഖൂൻ, അവനാണ് തഖ്വയുള്ളവൻ. തഖ്വയുടെ അടിസ്ഥാനം സിദ്ഖാണ്. ഒരാൾക്ക് തഖ്വ ഉണ്ടാവണമെങ്കിൽ അവന് സിദ്ഖ് ഉണ്ടായിരിക്കണം. ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം, അവർ ഉദ്ദേശിക്കുന്നതെല്ലാം അവന്റെ റബ്ബിന്റെ അടുക്കൽ അവർക്കുണ്ടാകും. ദാലിക ജസാഉൽ മുഹ്സിനീൻ, അതാണ് ഇഹ്സാൻ ചെയ്തവർക്കുള്ള പ്രതിഫലം എന്ന് പറയുകയാണ്. അപ്പൊ രണ്ടു കൂട്ടർ, ഒന്ന് സ്വാദിഖുൻ മുസദ്ദിഖുൻ, രണ്ട് കാദിബുൻ മുകദ്ദിബുൻ. ഈ രണ്ട് ഇനത്തിലാണ് ആളുകൾ ഉണ്ടാവുക. അപ്പൊ സഹോദരങ്ങളെ, ഈ തരത്തിൽ ഒരു സാദിഖ് മുസദ്ദിഖ് എന്ന് പറഞ്ഞാൽ അവൻ സത്യം കൊണ്ടുവന്നവനുമാണ്, സത്യപ്പെടുത്തുന്നവനുമാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൽമും അമലുമാണ്. അവന് യഥാർത്ഥമായിട്ടുള്ള അറിവുണ്ടാവുകയും ചെയ്യും, അതിനെ സത്യപ്പെടുത്തുകയും ചെയ്യും, അതിനെ അറിയിക്കുന്ന അമലുകൾ അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യും. അതുകൊണ്ടാണ് ഈ സിദ്ഖ് എന്നുള്ളത് ഖൽബുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ കൂടി, ഖൽബുമായി ബന്ധപ്പെട്ട കാര്യമാണ് സിദ്ഖ് എങ്കിൽ കൂടി,
നാവുമായിട്ടും അവയവങ്ങളുമായിട്ടുമെല്ലാം സിദ്ഖിനെ ചേർത്തി പറഞ്ഞ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് സിദ്ഖ് എന്നുള്ളത് ഖൽബിൽ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ നാവുമായി ചേർത്തിട്ടും അവയവങ്ങളുമായി ചേർത്തിട്ടും സിദ്ഖിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നാവുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നതാണ്, നമ്മൾ കേട്ട് പരിചയിച്ച ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇദാ റഅയ്ത അന്നാസ ഖദ് ഇക്തനസൂ അദ്ദഹബ വൽ ഫിദ്ദ, നീ ജനങ്ങൾ സ്വർണവും വെള്ളിയും വാരിക്കൂട്ടുന്ന ഒരവസ്ഥയിൽ, അതിങ്ങനെ എടുത്തു വെക്കുന്ന അവസ്ഥയിൽ നീ ജനങ്ങളെ കാണുകയാണെങ്കിൽ ഫക്നിസ് ഹഉലാഇൽ കലിമാത്ത്, നീതാ ഈ കലിമത്തുകൾ അത് നീ സൂക്ഷിച്ചു വെക്കണം, അത് നീ ഒരുമിച്ച് കൂട്ടണം. എന്താണ്? ഒരു ദുആ പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അസ്സബാത ഫിൽ അംർ, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, കാര്യങ്ങളിൽ സ്ഥിരതയെ ചോദിക്കുന്നു, വൽ അസീമത അല റുഷ്ദ്, നേർമാർഗത്തിൽ ദൃഢമായി ഉറച്ചു നിൽക്കുന്നതിനെ ചോദിക്കുന്നു, വഅസ്അലുക മൂജിബാതി റഹ്മതിക്, നിന്റെ കാരുണ്യം നിർബന്ധമാക്കുന്ന കാര്യങ്ങളെ ചോദിക്കുന്നു, വഅസായിമ മഗ്ഫിറതിക്, അതുപോലെ നിന്റെ പാപമോചനവും എനിക്ക് ഉറപ്പാക്കുന്ന കാര്യങ്ങളെ, വഅസ്അലുക ശുക്ര നിഅമതിക്, നിന്റെ നിഅമത്തുകൾക്ക് നന്ദി കാണിക്കാനുള്ള തൗഫീഖിനെ ചോദിക്കുന്നു, വഹുസ്ന ഇബാദതിക്, നല്ല രീതിയിൽ നിന്നെ ഇബാദത്ത് ചെയ്യാൻ, വഅസ്അലുക ഖൽബൻ സലീമ, ഞാൻ നിന്നോട് സലീമായ ഒരു ഖൽബിനെ ചോദിക്കുന്നു, വലിസാനൻ സ്വാദിഖ, സിദ്ഖ് നിറഞ്ഞ ഒരു നാവിനെ ചോദിക്കുന്നു, വഅസ്അലുക മിൻ ഖൈരി മാ തഅലം വഅഊദു ബിക മിൻ ശർരി മാ തഅലം, ഞാൻ നിന്നോട് നിനക്കറിയുന്ന എല്ലാവിധ ഖൈറും ചോദിക്കുകയാണ്, നിനക്കറിയുന്ന എല്ലാവിധ ഷർറിൽ നിന്ന് രക്ഷ തേടുകയും ചെയ്യുന്നു, വസ്തഗ്ഫിറുക ലിമാ തഅലം, നിന്റെ അറിവിൽപ്പെട്ട കാര്യങ്ങളെ തൊട്ട് ഞാൻ ഇസ്തിഗ്ഫാർ തേടുന്നു, ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, നീ എല്ലാ രഹസ്യവും അറിയുന്നവനാണല്ലോ. ഈ ദുആ വായിച്ചു എന്നാണ് നമ്മുടെ വിഷയം. ലിസാനൻ സ്വാദിഖ, നാവിനെ സിദ്ഖ് നിറഞ്ഞത് എന്ന് പറഞ്ഞു. രണ്ടാമത് അവയവങ്ങൾ ഒരു കാര്യത്തെ സിദ്ഖാക്കുകയും കദിബാക്കുകയും ചെയ്യും. അവയവങ്ങൾ ഒരു കാര്യത്തെ സിദ്ഖാവുകയും കദിബാക്കുകയും ചെയ്യും. സ്വഹീഹായി വന്നിട്ടുള്ള ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി ബുഖാരി മുസ്ലിം എല്ലാം ഉദ്ധരിച്ചിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുതിബ അല ബനി ആദം നസീബുഹു മിനസ് സിന, ആദം സന്തതികളുടെ മേലെ വ്യഭിചാരത്തിൽ നിന്ന് ഒരു അംശം അത് രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുള്ളതാണ്. മുദ്രിക്കുൻ ദാലിക ലാ മഹാല, അത് അവൻ എന്തായാലും കിട്ടും, അത് കിട്ടാത്തൊരവസ്ഥ അവനുണ്ടാവില്ല. ഫൽ ഐനാനി സിനാഹുമാ അന്നദർ, അവന്റെ രണ്ട് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം അത് നോട്ടമാണ്. വൽ ഉദ്നാനി സിനാഹുമാ അലിസ്തിമാ, ചെവി കൊണ്ടുള്ള വ്യഭിചാരം കേൾവിയാണ്. വൽ ലിസാനു സിനാഹുൽ കലാം, നാവ് കൊണ്ടുള്ളത് സംസാരമാണ്, അഥവാ വ്യഭിചാരത്തിലേക്ക് നയിക്കപ്പെടുന്ന അതുപോലുള്ള സംസാരങ്ങളും കേൾവിയും അല്ല. വൽ യദു സിനാഹ അൽ ബത്ഷ്, കൈകൊണ്ടുള്ളത് അത് പിടിക്കലാണ്, സ്പർശനമാണ്. വൽ റിജ്ലു സിനാഹ അൽ ഖുതാ, കാലുകൊണ്ടുള്ളത് അതിലേക്ക് നടക്കലാണ്. വൽ ഖൽബു യഹ്വാ വയതമന്ന, ഖൽബ് അതിനെ കൊതിച്ചുകൊണ്ടിരിക്കും. വയുസദ്ദിഖു ദാലികൽ ഫർജു വയുകദ്ദിബുഹു, അവന്റെ ഗുഹ്യസ്ഥാനം ആ അവയവങ്ങളുടെ വ്യഭിചാരത്തെ സത്യപ്പെടുത്തുകയോ കളവാക്കുകയോ ചെയ്യും. അപ്പൊ അവയവങ്ങൾ ഒരു കാര്യമുണ്ടെങ്കിൽ അതിനെ കളവാക്കുന്നതും സത്യം ചെയ്യുന്നതും സത്യപ്പെടുത്തുന്നതും അത് ഫർജാണ് ചെയ്യുക, അഥവാ പ്രവർത്തനത്തിന്റെ ഫലം അത് കളവാക്കുന്നതും അതുപോലെ തന്നെ സത്യപ്പെടുത്തുന്നതുമായിരിക്കും എന്ന് പറഞ്ഞത് കാണാം. അപ്പോ സിദ്ഖ് എന്ന് പറഞ്ഞാൽ ഖൽബുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ കൂടി അത് നാവിലൂടെ വരും, നാവിലുണ്ടാകും, അവയവങ്ങളിലും ഉണ്ടാകും. അത് അവന്റെ സംസാരത്തിലൂടെ തെളിയും, അവന്റെ പ്രവർത്തനങ്ങളിലൂടെ തെളിയുന്ന കാര്യമായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? സിദ്ഖ് എന്ന് പറഞ്ഞാൽ സാദിഖും മുസദ്ദിഖും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്താണ്? ഇൽമും ഉണ്ടാകും, അമലും ഉണ്ടാകും. അതിന് ഏറ്റവും നല്ലൊരു തെളിവാണ് ആയത്തുൽ ബിർ എന്ന് പണ്ഡിതന്മാർ പറയാറുള്ള സൂറത്തുൽ ബഖറയിലെ 177-ാമത്തെ ആയത്ത്. അല്ലാഹു പറയുകയാണ്, ലൈസൽ ബിർ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖ് വൽ മഗ്രിബ്, കിഴക്കോ പടിഞ്ഞാറോ മുഖം തിരിച്ചു എന്നുള്ളതല്ല പുണ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലാകിന്നൽ ബിർറ, പക്ഷെ പുണ്യം എന്ന് പറഞ്ഞാൽ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യിന വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാകിൻ വബിന വസ്സബീൽ വസ്സായിലീൻ. അതായത് ഈമാൻ കാര്യങ്ങൾ പറഞ്ഞു, അതിനുശേഷം തന്റെ സമ്പത്ത് അടുത്തവർക്കും യതീമുകൾക്കും ദരിദ്രർക്കും വഴിയാത്രക്കാർക്കും ചോദിച്ചു വരുന്നവർക്കും വഫിർ റിഖാബ് അടിമമോചനത്തിനും വഖാമ സ്വലാത്ത വആത സക്കാത്ത് വൽ മൂഫൂന ബിഅഹദിഹിം ഇദാ ആഹദു
നിസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും അതുപോലെ അവരെ കരാർ പാലിക്കുകയും. നമ്മൾ ആയത്ത് വിശദീകരിക്കുക എല്ലാ ലക്ഷ്യം എന്നുള്ളതാണ് വേഗം വായിച്ചു പോകുന്നത്. എല്ലാ വിഷയങ്ങളിലും നന്മയിലും ദോഷത്തിലുമെല്ലാം സ്വബർ പാലിക്കുകയും ചെയ്യുന്നവർ എന്ന് പറഞ്ഞിട്ട് അവസാനം അല്ലാഹു പറയുകയാണ് ഉലൈകല്ലദീന സദഖൂ, അവരാണ് സിദ്ഖുള്ളവർ, അവരാണ് സിദ്ഖുള്ളവർ. വഉലൈക ഹുമുൽ മുത്തഖൂൻ, സിദ്ഖുള്ളത് കൊണ്ട് തന്നെ അവർ തഖ്വയുള്ളവരുമാണ്. അപ്പൊ ഈ ആയത്തിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഈമാൻ കാര്യങ്ങളാണ്. പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? കർമ്മങ്ങളാണ്. നിസ്കാരം, സക്കാത്ത്, അതുപോലെ മറ്റുള്ളവരെ സഹായിക്കുന്ന, കരാർ പൂർത്തീകരിക്കൽ, അതുപോലെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോ ഈ രണ്ടും പറഞ്ഞതിന് ശേഷമാണ് എന്ത് പറഞ്ഞത്? ഉലൈകല്ലദീന സ്വദഖൂ എന്ന് പറഞ്ഞത്. അപ്പൊ ആ സ്വദഖൂ എന്നുള്ളത് ഏതിലേക്ക് മടങ്ങുന്നുണ്ട്? രണ്ട് കാര്യങ്ങളിലേക്ക്. ഒന്ന് സിഹ്ഹത്തുൽ ഇഅ്തിഖാദ്, യഥാർത്ഥ വിശ്വാസം ഉണ്ടായിരിക്കണം. ഈമാൻ കാര്യങ്ങളിൽ യഥാർത്ഥപരമായിട്ടുള്ള വിശ്വാസം, അഥവാ ഒന്നിന്റെ അസ്ൽ എന്താണ്? അതാണ് ഈമാനാണ്. ആ ഈമാൻ യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിലേ ഒരാൾക്ക് സിദ്ഖ് ഉണ്ടാവുകയുള്ളൂ. അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയായിരിക്കണം. ഷിർക്കിന്റെ അംശങ്ങൾ അവനുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ വിശ്വാസ കാര്യങ്ങളിൽ ഓരോന്നും അവൻ യഥാർത്ഥ രൂപത്തിൽ വിശ്വസിച്ചിരിക്കണം. അതിനെ കളവാക്കുകയോ അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള കാര്യങ്ങളോ അവനുണ്ടാകാൻ പാടില്ല. അത് അവന്റെ ഖൽബിൽ ഉണ്ടെങ്കിലേ അവൻ എന്തുണ്ടാവുകയുള്ളൂ? സിദ്ഖുള്ളവനാവുകയുള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്? സ്വലാഹുൽ അഅമാൽ. ഒന്നാമത്തേത് സഹീഹുൽ ഇഅ്തിഖാദ്, സിഹത്തുൽ ഇഅ്തിഖാദാണ്, യഥാർത്ഥ വിശ്വാസം ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത് സ്വലാഹുൽ അഅമാൽ, അവന്റെ കർമ്മങ്ങൾ നന്നായിരിക്കണം. അഥവാ ശരീഅത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള, കൽപ്പിക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങൾ, നിസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, സക്കാത്താവട്ടെ, സൽക്കർമ്മങ്ങളാവട്ടെ, ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. അപ്പൊ സിദ്ഖ് എന്ന് പറഞ്ഞാൽ ഇൽമുമാണ്, അമലുമാണ്. ഇൽമും ഉണ്ടായിരിക്കണം, അമലും ഉണ്ടായിരിക്കണം. ആയത്തുൽ ബിർ അതിനുള്ള ദലീലാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സിദ്ഖ് ഉണ്ടെങ്കിൽ അത് നാവ് കൊണ്ട് പറയുന്നിടത്ത് മാത്രമല്ല, ഖൽബിൽ ഒളിപ്പിച്ചു വെക്കാനുള്ള കാര്യവുമല്ല, അവന്റെ അവയവങ്ങളിലൂടെ, കർമ്മങ്ങളിലൂടെ അത് പുറത്തു വരികയും ചെയ്യും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ, നിങ്ങൾ അറിയണം ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നാവും. വൈദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അത് കേടുവന്നാൽ ശരീരം മുഴുവൻ കേടുവരികയും ചെയ്യും. അലാ വഹിയൽ ഖൽബ്, നിങ്ങൾ മനസ്സിലാക്കണം, അത് ഖൽബാണ്. അതുകൊണ്ടുള്ള ഉദ്ദേശം, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖൽബാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അതുകൊണ്ടാണ്. അഥവാ ഖൽബിൽ സിദ്ഖ് ഉണ്ടെങ്കിൽ അവന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ സത്യപ്പെടുത്തുന്ന, അതിനെ നേരാവണ്ണം മുന്നിലേക്ക് നയിക്കുന്ന കാര്യങ്ങളായിരിക്കും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുക. ഇനി സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു, നമ്മൾ സംസാരത്തിന്റെ തുടക്കത്തിൽ സൂറത്തുൽ അൻകബൂത്തിൽ ആയത്ത് പറഞ്ഞു, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ എന്ന് പറഞ്ഞു. ഇനി എന്താണ് സിദ്ഖ് നേടിയെടുക്കാനുള്ള മാർഗങ്ങൾ? നമ്മൾ എന്താണ് സിദ്ഖുള്ള ഒരാളാവാൻ, ഒരു സിദ്ദീഖ് എന്നുള്ള ദറജയിൽ, ഒരു മർത്തബയിൽ നമ്മൾ എത്തണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ, അതിലേക്ക് നയിക്കുന്ന ചുരുക്കം ചില കാര്യങ്ങൾ. ഒന്ന് മുജാഹദത്തുൻ നഫ്സാണ്, നമ്മുടെ നഫ്സിനെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്, നഫ്സിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന കാര്യങ്ങളിൽ നഫ്സിനെ പിടിച്ചു നിർത്തുക, അതിനെ പരിശീലിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തുൽ അൻകബൂത്തിലെ തന്നെ അവസാനത്തെ ആയത്ത് അള്ളാഹു പറയാണ്. തുടക്കത്തിൽ എന്ത് പറഞ്ഞു? ഈ പരീക്ഷണം എന്ന് പറഞ്ഞു, സിദ്ഖുള്ളവരെ കാണാനെന്ന് പറഞ്ഞു. അവസാനത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. ആരാണോ നമ്മുടെ മാർഗത്തിൽ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്, ലനഹ്ദിയന്നഹും സുബുലനാ, അവർക്ക് നമ്മുടെ മാർഗത്തിലേക്കുള്ള ഹിദായത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അഥവാ ഈമാനും തഖ്വയും ഇൽമും അമലും അത് എത്രയാണോ വർദ്ധിക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ ഹിദായത്തും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അഥവാ അള്ളാഹു വർദ്ധിപ്പിച്ച് കൊടുക്കും. വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, അള്ളാഹു ഇഹ്സാൻ ചെയ്യുന്നവരോടൊപ്പമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ഒന്ന് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് മുജാഹദത്തുൻ നഫ്സാണ്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് മുജാഹദത്തുൻ നഫ്സ് ഉണ്ടാവുക എന്നുള്ളത്. കാരണം അത് നമ്മെ ഈ സിദ്ഖിന്റെ ഉന്നതമായ ദർജയിലേക്ക് എത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള സൽക്കർമ്മങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരും. ഇനി ഒരു വിഷയം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ 5 കാര്യങ്ങൾ, 5 സന്ദർഭങ്ങളിൽ
സിദ്ഖ് എന്നുള്ള പദത്തിലേക്ക് ഇദാഫത്ത് ചെയ്തുകൊണ്ട് പറഞ്ഞു കാണാൻ സാധിക്കും. 5 കാര്യങ്ങളെ സിദ്ഖ് എന്നതിലേക്ക് ചേർത്തി പറഞ്ഞു കാണാൻ സാധിക്കും. ഒന്നാമത്തേത് മുദ്ഖല സിദ്ഖ്, രണ്ടാമത്തേത് മുഖ്റജു സിദ്ഖ്, മൂന്നാമത്തേത് ഖദമു സിദ്ഖ്, നാലാമത്തേത് ലിസാനു സിദ്ഖ്, അഞ്ചാമത്തേത് മഖഅദു സിദ്ഖ്. ഈ 5 കാര്യങ്ങൾ. ഒന്നാമത്തേത് സൂറത്തുൽ ഇസ്രായിലാണ് 1ഉം 2ഉം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തുൽ ഇസ്രായിലെ 80ാമത്തെ ആയത്തിൽ വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ. സിദ്ഖിന്റെ പ്രവേശന മാർഗത്തിൽ എന്നെ പ്രവേശിപ്പിക്കുകയും അതുപോലെയുള്ള കാര്യത്തിൽ എന്നെ പുറത്ത് കൊണ്ടുവരികയും ചെയ്യണമേ എന്നുള്ളത്. ഖദമു സിദ്ഖ് എന്നുള്ളത് സൂറത്ത് യൂനുസിലെ 2ാമത്തെ ആയത്തിൽ വബശ്ശിരിൽ ലദീന ആമനു അന്ന ലഹും ഖദമ സിദ്ഖിൻ ഇൻദ റബ്ബിഹിം. മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത, അവർക്ക് തന്റെ റബ്ബിന്റെ അടുക്കൽ അവർ മുൻ ചെയ്തതിന്റെ ഫലമായിട്ടൊരു സ്ഥാനമുണ്ടാകും. നാലാമത്തേത് ലിസാനു സിദ്ഖ് സൂറത്ത് ശുഅറായിൽ വജ്അൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുആയിൽ എനിക്ക് ശേഷമുള്ളവരിൽ എന്നെ കുറിച്ച് സംസാരിക്കുന്ന സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു നാക്കുണ്ടാകണം എന്നുള്ളത് അവർക്ക് പറയണം. അഞ്ചാമത്തേത് മഖഅദു സിദ്ഖ്, അത് സൂറത്തുൽ ഖമറിലെ 55ാമത്തെ ആയത്തിൽ ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. എല്ലാവിധ കഴിവുമുള്ള എല്ലാവിധ കാര്യങ്ങളും തീരുമാനിക്കുന്ന രാജാവായ അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് ഒരു ഇരിപ്പിടം ഉണ്ടായിരിക്കും, ഒരു സ്ഥാനം ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശങ്ങൾ? എന്താണ് ഈ കാര്യങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുദ്ഖലു സിദ്ഖ് മുഖ്റജു സിദ്ഖ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരടിമയുടെ എല്ലാവിധ ചലനങ്ങളും പ്രവർത്തനങ്ങളും അവൻ പ്രവേശിക്കുന്നതും പുറത്തിറങ്ങുന്നതും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും അത് ബില്ലാഹി വലില്ലാഹി, അള്ളാഹുവിനെ കൊണ്ടായിരിക്കണം, അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം, അള്ളാഹുവിന്റെ സഹായം തേടിക്കൊണ്ടായിരിക്കണം, അള്ളാഹുവിന് വേണ്ടിയുമായിരിക്കണം. അതാണ് മുദ്ഖലു സിദ്ഖ് മുഖ്റജു സിദ്ഖ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖദമു സിദ്ഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ ആ സ്ഥാനം ലഭിക്കുന്നത് അള്ളാഹുവിലേക്ക് മുൻകൂട്ടി സൽക്കർമ്മങ്ങൾ ഒരുക്കി വെച്ചതുകൊണ്ട്, അള്ളാഹുവിലേക്ക് മുന്നൊരുക്കി ഒരുക്കി വെച്ചതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ലഭിക്കുന്നതാണ് ഖദമു സിദ്ഖ് എന്ന് പറയുന്നത്. ലിസാന സിദ്ഖ് എന്നതുകൊണ്ട് ഉദ്ദേശം അവൻ ചെയ്ത നന്മകളാൽ വരുന്ന ബാക്കിയുള്ള തലമുറകളിൽ അവനെപ്പറ്റി നല്ലത് പറയുന്ന, അവനെപ്പറ്റി നല്ലത് സംസാരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് പ്രാർത്ഥിച്ചു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഉണ്ടായി. മഖഅദു സിദ്ഖ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു ഒരു സന്തോഷ വാർത്ത അറിയിച്ചതാണ്. ഇവിടെ ദുനിയാവിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ഈമാനോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് എന്തുണ്ടാകും? നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനവും ഇരിപ്പിടവും അള്ളാഹു നൽകുന്നതാണ് എന്നത്. അപ്പൊ ഈ 5 സ്ഥലങ്ങളിൽ സിദ്ഖിനോട് ഇദാഫത്ത് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരാൾക്ക് സിദ്ഖ് ഇല്ല, സിദ്ഖ് ഉണ്ട് എന്നതിന്റെ ഒരു അലാമത്തും അതിന് നമ്മൾ ചെയ്യേണ്ടതുമാണ് മുജാഹദത്തുൻ നഫ്സ്. ഒരാൾക്ക് സിദ്ഖ് ഇല്ല എന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് അവന്റെ പ്രധാനപ്പെട്ട ഹമ്മ് ദുനിയാവുക എന്നുള്ളത്. അവന്റെ പ്രധാനപ്പെട്ട ചിന്ത അത് ദുനിയാവുക എന്നുള്ളത്. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവന് അള്ളാഹുവിനോടുള്ള സിദ്ഖിൽ കുറവുണ്ട്. ഒന്നുകിൽ സിദ്ഖ് ഇല്ല, അല്ലെങ്കിൽ സിദ്ഖ് കുറവാണ്. നമുക്ക് പല ആളുകളെയും കാണാൻ സാധിക്കും. പല ആളുകളോടും ദുനിയാവിന്റെ എന്തെങ്കിലും നിസ്സാരമായ ഒരു കാര്യം ചോദിച്ചാൽ തന്നെ അവർ തഫ്സീലായി അത് വിശദീകരിച്ചു തരും. ചെറിയ എന്തെങ്കിലും കാര്യമായിരിക്കും, അതായത് ഇൽമല്ല ഉദ്ദേശിക്കുന്നത്, ദുനിയാവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയം ചോദിച്ചാൽ അവർ അതിനെപ്പറ്റി കുറെ പറഞ്ഞു കാണും. എന്നാൽ അവരുടെ മേലെ നിർബന്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഇബാദത്തിനെ കുറിച്ച് ചോദിച്ചാൽ, അല്ലെങ്കിൽ അള്ളാഹുവിനെ പറ്റി ചോദിച്ചാൽ, പല മുസ്ലിമുകൾക്കും റസൂലുള്ളാഹിന്റെ എപ്പാന്റെയും മാന്റെയും പേര് കൂടി അറിയില്ല. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കാലം ഇവിടെ ജീവിച്ചു, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇബാദത്തുകളോ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും അറിയില്ല. അവർ ദുനിയാവിന്റെ വിഷയങ്ങൾ കുറെ സംസാരിക്കും. സിദ്ഖ് ഇല്ലാത്തതിന്റെ അടയാളം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആയിലെ ഒരു വാക്കാണ്. വളരെ വിശാലമായിട്ടുള്ള സദസ്സുകൾ പിരിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, ദുആഇന്റെ ഒരു ഭാഗത്ത് കാണാം, വലാ തജ്അലിദ് ദുനിയ അക്ബറ ഹമ്മിന, ദുനിയാവ് ഞങ്ങളെ ഏറ്റവും വലിയ ചിന്തയാക്കി നീ മാറ്റരുതേ അല്ലാഹ്, വലാ മബ്ലഗ ഇൽമിന, ഞങ്ങളുടെ അറിവിന്റെ ഒരു പരിധിയാക്കിയിട്ട് മാറ്റരുതേ, അഥവാ ദുനിയാവിനെ കുറിച്ചുള്ള അറിവ് മാത്രമാകുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് ആക്കരുതേ എന്ന് പറയാറുണ്ട്. ഇനി സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ അവസാനമായി നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം, ഈ ദുനിയാവിൽ ഒരു മനുഷ്യന് നേടാവുന്ന ഉന്നതമായ സ്ഥാനം അത് സിദ്ഖ് എന്നുള്ളതാണ്. അവന്റെ ഇൽമു കൊണ്ടും അവന്റെ കർമ്മങ്ങൾ കൊണ്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിൽ പറഞ്ഞു, വമൻ യുതിഇല്ലാഹ വർ റസൂൽ,
ആരാണോ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നത് ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവർ ആരോടൊപ്പാണ് ഉണ്ടാവുക? അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞ ആളുകൾ. ആരാണവർ? മിനൻ നബിയ്യീൻ വസിദ്ദീഖീൻ വശുഹദാ വസ്സാലിഹീൻ വഹസ്ന ഉലൈക റഫീഖ. നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ. ആദ്യം പറഞ്ഞ ആരാണ്? നബിമാർ, റസൂലുകൾ എല്ലാം ഉൾക്കൊണ്ട്. പിന്നെ പറഞ്ഞത് ആരാണ്? പിന്നെ ആദ്യം ആരാണ്? സിദ്ദീഖ് എന്നുള്ള സ്ഥാനമാണ്. ആ സ്ഥാനത്ത് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ അതിയായി പരിശ്രമിക്കണം. ദുനിയാവിലേ സാധിക്കുള്ളൂ. ദുനിയാവിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സാധിക്കൂല? എത്തിപ്പിടിക്കാൻ സാധിക്കൂല. ദുനിയാവിലേക്ക് മനുഷ്യനെ പറഞ്ഞയച്ച ഹിക്മത്തുകൾ വിശദീകരിക്കുന്നിടത്ത് മിഫ്താഹ് ദാരിസ് സആദ എന്നുള്ള കിതാബ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹി ആയത്തിനെ കൊടുത്ത് ഈ ഭാഗം വിശദീകരിക്കുന്നുണ്ട്. ദുനിയാവിൽ എന്ത് നടക്കുള്ളൂ? അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒഴിവാക്കാൻ ദുനിയാവിലെ നടക്കുള്ളൂ. അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ദുനിയാവിലെ നടക്കുള്ളൂ. നമുക്ക് അതിയായ താല്പര്യം തോന്നുന്ന ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കേണ്ടി വരാൻ ദുനിയാവിലെ പറ്റുള്ളൂ. സ്വർഗത്തിൽ അങ്ങനെ ഒരു അവസ്ഥയല്ല. അത് ചെയ്യുമ്പോൾ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുകയും അള്ളാഹു നമ്മുടെ ദർജകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അവനെ സിദ്ഖുള്ളവനായി അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിക്ക് അള്ളാഹു നൽകിയ പേരെന്താണ്? അസ്സിദ്ദീഖ് എന്നുള്ളതാണ്. റസൂലുകൾക്ക് നബിമാർക്കും ശേഷം ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ആരാണ്? അബൂബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് സിദ്ദീഖ് എന്നുള്ള പേര് സിദ്ഖുകൊണ്ട് നൽകപ്പെട്ടതാണ്. പല ഗുണങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ വേറെ പലരും ഉണ്ടായിരുന്നു സഹാബികളിൽ. അഥവാ നിസ്കാരം, നോമ്പ് അതുപോലെയുള്ള ഇബാദത്തുകൾ മാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ പലരും ഉണ്ടായിരുന്നു. പക്ഷെ ഖൽബിൽ ഉറച്ച സിദ്ഖിന്റെ അടിസ്ഥാനത്തിൽ നിലനിന്ന ആള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം തിർമിദി എല്ലാം ഉദ്ധരിച്ചിട്ടുള്ള അബൂബക്കറിൻ വ ഉമർ, അബൂബക്കറും ഉമറും സയ്യിദാ കുഹൂലി അഹ്ലിൽ ജന്ന, സ്വർഗാവകാശികളിൽ മധ്യവയസ്കരായിട്ടുള്ള ആളുകളുടെ നേതാക്കന്മാരാണ് അവർ. മിനൽ അവ്വലീന വൽ ആഖിരീൻ, ഈ ഉമ്മത്തിന്റെ മാത്രമല്ല, ആദം നബി മുതൽ അവസാനം വരെയുള്ള എല്ലാവരുടെയും. മാ ഖലൻ നബിയ്യിന വൽ മുർസലീൻ, ആരൊഴിവാണ്? നബിമാരും റസൂലുകളും ഒഴിവാണ്. കാരണം അവര് വേറെ ദർജയാണ്. നബിമാരും റസൂലുകളും കഴിഞ്ഞാൽ ആദം നബി മുതൽ അവസാനം വരെയുള്ള ബാക്കിയുള്ള ആളുകളിലെ നേതാക്കൾ, മധ്യവയസ്കരുടെ നേതാക്കളായിട്ടുണ്ടാകുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുമാണ് എന്ന് പറയുന്നത് കാണാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള സഹാബിയാണ്. നമ്മൾ ആലോചിച്ചു വെക്കും, ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന ഷിഈ വിഭാഗത്തിൽ പലരും, റാഫിദികളെല്ലാം, അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ തന്നെ അവിടുത്തെ മകൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയെയും അതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെല്ലാം എത്ര മോശമായിട്ടാണ് അതുപോലെയുള്ള ആളുകൾ സംസാരിക്കുന്നത്. ഇതറിയിക്കുന്നത് അവർക്ക് സിദ്ഖില്ല എന്ന് തന്നെ. അവർക്ക് അള്ളാഹുവിനോട് സിദ്ഖില്ല എന്നറിയിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഏറ്റവും സിദ്ദീഖ് എന്ന് പറഞ്ഞിട്ടുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ തന്നെ സഹാബികളെയും ഇതുപോലെ ചീത്ത പറയുന്ന, ആക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി ഖവാരിജുകളായിട്ടുള്ള അവർ കാഫിര്യങ്ങളാണെന്ന് വരെ പറയുന്ന ആളുകൾ വന്നിട്ടുള്ള പിഴവ് അത് അവർക്ക് സിദ്ഖില്ലാത്തത് കൊണ്ട് ശുബ്ഹത്തുകളിൽ അകപ്പെട്ടു പോയതാണ്. ഇനി സഹോദരങ്ങളെ, നാം പറഞ്ഞല്ലോ സഹാബികളിൽ അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഈ ഉമ്മത്തിലെ അബൂബക്കർ സിദ്ദീഖ്, അതുപോലെ തന്നെ സിദ്ഖ് തെളിയിച്ച ആളുകളാണ് സ്വഹാബികളിൽ പലരും, പ്രത്യേകമായിട്ടും മുഴുവനായിട്ടും. അതുകൊണ്ട് തന്നെ ആ സ്വഹാബികളുടെ പാതയെ നമ്മൾ അറിയണം. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിൽ പറയാം, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി. മുഅ്മിനീങ്ങളിൽ ചില ആളുകളുണ്ട്, അവർ അള്ളാഹുവിനോട് ചെയ്ത കരാറുകൾ അവർ പൂർത്തീകരിച്ചിട്ടുണ്ട്, അവർ സത്യപ്പെടുത്തിയിട്ടുണ്ട്, അഥവാ സിദ്ഖ് കാണിച്ചിട്ടുണ്ട്. ഫമിൻഹും മൻ ഖദാ നഹ്ബഹു, അതിൽ അത് തെളിയിച്ചു കൊടുത്ത ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. വമിൻഹും മൻ യൻതദിർ, അതിൽ ചിലർ അത് കാത്തിരിക്കുകയാണ്. വമാ ബദ്ദലൂ തബ്ദീല, അവരുടെ ആ നിലപാടിൽ ഒരു മാറ്റവും കണ്ടെത്തുകയില്ല എന്ന് പറയുന്നുണ്ട്. ഈ ആയത്ത് ഇറങ്ങാനുള്ള സന്ദർഭം സ്വഹാബികൾ പറയാണ്, ഇത് ആരുടെ മേലാണ് ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതാരെ കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ചാൽ സ്വഹാബികൾ പറയാണ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ള ഒരു റിവായത്തിൽ കാണാം. അദ്ദേഹം പറയാണ്, എന്റെ അതേ പേരുള്ള എന്റെ പിതൃവ്യൻ അനസ് ഇബ്നു നദർ, അനസ് ഇബ്നു മാലിക്കിന്റെ ഉപ്പാന്റെ സഹോദരനാണ്.
അദ്ദേഹത്തിന്റെ ജീവചരിത്രം വേറെ മഹത്വമാണ്. വളരെയധികം മുസ്തജാബ് ദുആ, അദ്ദേഹം പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം തേടിയാൽ അതുപോലെ നടത്തി കൊടുക്കുമായിരുന്നു. അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് ബദറിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. ബദറിൽ എല്ലാവരും പങ്കെടുക്കൽ നിർബന്ധമല്ല, കാരണം യുദ്ധം എന്നുള്ള നിലക്ക് ഒരുമിച്ച് പോയതല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരെയും അറിയിച്ചിട്ടുമില്ല, എല്ലാവരെയും വിളിച്ചിട്ടുമില്ല. അവിടെ ഉണ്ടായിരുന്ന ആളുകളെ കൂട്ടിയാണ് പോയതാണ്. അപ്പൊ ബദറിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. പിന്നീട് ബദറിൽ പങ്കെടുത്ത ആളുകളുടെ മഹത്വവും അവർക്കുള്ള ഫضലും എല്ലാം കേട്ടപ്പോ ഈ സ്വഹാബിക്ക് അതിയായ വിഷമം, അവർക്ക് ഇത്ര ശ്രേഷ്ഠത ഉണ്ടല്ലോ എന്ന് കേട്ടപ്പോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് സ്വഹാബി പറഞ്ഞു, റസൂലേക്ക് അടുക്കൽ നിന്നുകൊണ്ട് പറയാണ്, അല്ലാഹ് ബദറിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റാത്തത് എനിക്കുള്ള അവസരം കിട്ടിയില്ല. ഞാൻ കാരണമല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്ക് അതിനുള്ള അവസരം കിട്ടിയില്ല. ഇനിയൊരു യുദ്ധത്തില് റസൂലുള്ളാഹിന്റെ ഒപ്പം എനിക്ക് പങ്കെടുക്കാൻ പറ്റിയാൽ ഞാൻ കാണിച്ചു തരും, ഞാൻ തെളിയിക്കും, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ തെളിയിച്ചു തരും എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചു കഴിഞ്ഞിട്ടാണ് ഉഹദ് യുദ്ധം ഉണ്ടാവുന്നത്. ഉഹദ് യുദ്ധത്തിന്റെ ആ സന്ദർഭത്തിൽ ആദ്യം മുസ്ലിമുകൾക്ക് വിജയം ഉണ്ടായി. രണ്ടാമത്തെ ഒരു സമയമായപ്പോഴേക്ക് മുശ്രിക്കുകൾ ഇങ്ങോട്ട് ആക്രമിക്കുന്ന ആ സന്ദർഭത്തില് ഒരു സഹാബി മുന്നോട്ട് ഓടിപ്പോകുന്നുണ്ട് ശത്രുക്കളുടെ ഇടയിലേക്ക്. അപ്പൊ സഅദ് ബിൻ മുആദാണോ ഉബാദയാണോ എന്ന് ഓർമ്മയില്ല. സഅദ് റളിയല്ലാഹു അൻഹു വിളിച്ചു ചോദിച്ചു, അനസ് ഒരു നദറാണ് ഓടുന്നത്, എങ്ങോട്ടാ ഈ പോകുന്നത്, എങ്ങോട്ടാ ഈ ഓടുന്നത് ചോദിച്ചു. അപ്പൊ ഈ സഹാബി വിളിച്ചു പറഞ്ഞു, ഇന്നി ലഅജിദു റീഹൽ ജന്ന ദൂന ഉഹദ്, അതാ ഉഹുദിന്റെ താഴ്വരയിൽ എനിക്ക് സ്വർഗത്തിന്റെ ഗന്ധം അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സഹാബി യുദ്ധം ചെയ്യുകയും ഷഹീദായി മരണപ്പെടുകയും ചെയ്തു. ഷഹീദായി മരണപ്പെട്ടു എന്ന് മാത്രമല്ല, യുദ്ധം കഴിഞ്ഞ് ശുഹദാക്കളുടെ ശരീരം നോക്കുമ്പോ ഒരു ശരീരം മനസ്സിലാകുന്നില്ല. 80ഓളം ഹദീസിൽ കാണാം, അമ്പുകൊണ്ടും വാളുകൊണ്ടും കുന്തം കൊണ്ടുമെല്ലാം കുത്തി മുറിവേൽപ്പിച്ച് 80ഓളം ഒരു ആളെ മനസ്സിലാകാത്ത രീതിയിൽ ആ രീതിയിലാണ് ഒരു ശരീരം കിടക്കുന്നത്. പുരുഷന്മാരൊക്കെ നോക്കി മനസ്സിലാവണില്ല അത് ആരുടെ ശരീരമാണ്. അങ്ങനെ സ്ത്രീകൾ വിട്ടു, ഇത് ആരെന്ന് അറിയണമല്ലോ. സ്ത്രീകൾ നോക്കുന്നതിനിടയിൽ അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി എന്തോ ഒരു അടയാളം കണ്ടിട്ട് മനസ്സിലാക്കി ഇതിന്റെ സഹോദരൻ അനസ് ബിൻ നദർ ആണെന്ന് മനസ്സിലാക്കി. അവരുടെ മേലെയാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് സ്വഹാബികൾ പറയാറുണ്ട്. മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ അഹദുല്ലാഹ അലൈഹി, അള്ളാഹുവിനോട് ചെയ്ത കരാറുകളിൽ സിദ്ഖ് കാണിക്കുന്ന ആളുകൾ മുഅ്മിനീങ്ങളിൽ ഉണ്ടാകും. അപ്പൊ സ്വഹാബികൾ അങ്ങനെയായിരുന്നു. ആ സ്വഹാബികളുടെ പാത മുറുകെ പിടിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഒരുപാട് ആയത്തുകളിലൂടെ അവരുടെ ശ്രേഷ്ഠത അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചിട്ടുണ്ട്. സൂറത്ത് തൗബയിലെ 100ാമത്തെ ആയത്തിൽ കാണാം, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, മുന്നിട്ട് പോയ മുഹാജിറുകളും അൻസാറുകളും അവരെ ഇഹ്സാനോടുകൂടി പിൻപറ്റുന്നവർ, അവരാണ് മുന്നിട്ടവർ. അതുപോലെ തന്നെ സൂറത്ത് നിസായിൽ കാണാം, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, ഹഖ് ബോധ്യപ്പെട്ടതിന് ശേഷം, ഹുദ ബോധ്യപ്പെട്ടതിന് ശേഷം റസൂലിനോട് ആരാണോ എതിരാകുന്നത്, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത, തഫ്സീറിൽ കാണാം സ്വഹാബികളുടേതല്ലാത്ത ഒരു പാത ആരാണോ സ്വീകരിക്കുന്നത്, അവർക്കറിയാത്തൊരു വിശ്വാസം, അവർക്കറിയാത്തൊരു കർമ്മം ആരാണോ എടുക്കുന്നത്, നുവല്ലിഹി മാ തവല്ല, അവർ പോയ വഴിക്ക് നാം അവരെ തിരിച്ചു കളയും, വനുസ്ലിഹി ജഹന്നം, നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും, വസാഅത് മസീറ, നരകത്തിൽ വെന്തെരിയേണ്ടി വരും, മോശപ്പെട്ട ഒരു മടക്കമായിരിക്കും അത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വഹാബികളിൽ ഉണ്ടായിരുന്ന മഹത്തായ ഗുണമാണ് അല്ലാഹുവിനോടുള്ള സിദ്ഖ്. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ളയുടെ മകൻ അലി ഒരിക്കൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ളയോട് ചോദിക്കേണ്ട, എന്താണ് സ്വഹാബികളുടെ വാക്കുകൾക്ക് ഇത്ര പ്രത്യേകത, അവരുടെ വാക്കുകൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ള മറുപടി പറഞ്ഞു, അവർ പറഞ്ഞത് അള്ളാഹുവിന് വേണ്ടിയിട്ടായിരുന്നു, അവർ അള്ളാഹുവിന് വേണ്ടി സംസാരിച്ചവരാണ്, സിദ്ഖുണ്ടായിരുന്നവരാണ് എന്ന്. അതുകൊണ്ട് അവരെ പറ്റി അള്ളാഹു പറഞ്ഞു, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് മാതൃകയാണ്. നമ്മളെ എപ്പോഴും താരതമ്യം ചെയ്യേണ്ടത് സ്വഹാബികളോട്. അവരവരുടെ സ്വത്തും സമ്പത്തും ജീവിതങ്ങളും വികാരവും താല്പര്യങ്ങളും ഇഷ്ടങ്ങളും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാറ്റിവെച്ചവരാണ്.
അതുകൊണ്ട് അവരെയാണ് നാം മാതൃക ആക്കേണ്ടത്. ഏറ്റവും ഖൈറായിട്ടുള്ള ആ സമൂഹത്തെ. അതിലൂടെ മാത്രമേ സിദ്ഖ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ആ മാർഗത്തിനെതിരായി ഒരു പാതയിൽ നിന്നിട്ട് ഒരിക്കലും സിദ്ഖുള്ള ഒരാളായിട്ട് നമുക്ക് മാറാൻ സാധിക്കില്ല. ഇൻഷാ അല്ലാഹ് സിദ്ഖുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് നാം ഇവിടെ പറഞ്ഞത്. ധാരാളം ഹദീസുകളിലും ചരിത്രങ്ങളിലും സഹാബികൾ സിദ്ഖ് തെളിയിച്ച ധാരാളം സംഭവങ്ങളുണ്ട്. അത് നമ്മൾ കേൾക്കണം, പഠിക്കണം. നമ്മൾ സ്വന്തത്തെ എപ്പോഴും വിചാരണ ചെയ്യണം. അള്ളാഹുവിനോട് സിദ്ഖ് കാണിക്കുന്നവരാണോ നമ്മൾ? അതിലെന്താണ് നമ്മുടെ ഇപ്പോഴുള്ള അവസ്ഥ എന്ന് നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം. സ്വന്തം നഫ്സിനെ അതിനുവേണ്ടി പരിശീലിപ്പിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സിദ്ഖുള്ള ആളുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തട്ടെ. ദുനിയാവിൽ എത്തിച്ചേരാവുന്ന ഉന്നതമായ സിദ്ദീഖ് എന്നുള്ള ദറജയിൽ എത്തിച്ചേരാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുകയും ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.